ഹിയർസ് ദ ഫൈനൽ പാർട്ട്. അപ്പം സെക്കൻഡ് ലുക്കിന് വേണ്ടി പ്രിയ ചൂസ് ചെയ്തത് എ വെരി ബ്യൂട്ടിഫുൾ വൈബ്രൻറ്റ് റെഡ് കളർ സാരി വിത്ത് ദുപ്പട്ട ആയിരുന്നു. ആൻഡ് ഷീ ജസ്റ്റ് ലുക്ക്ഡ് വെരി ബ്യൂട്ടിഫുൾ ഇൻ ദാറ്റ് ഔട്ട്ഫിറ്റ്. അപ്പം മോർണിംഗിൽ എയർ ബ്രഷ് മേക്കപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആഫ്റ്റർ ദ ഫോട്ടോ ഷൂട്ട് ഔട്ട്ഡോർ ഷൂട്ട് എവറിത്തിങ് ദ ബേസ് വാസ് സ്റ്റിൽ ദെയർ. സോ നമുക്ക് ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം മാറ്റാനുള്ളായിരുന്നു. കാരണം മോർണിംഗിൽ പ്രിയ കൊണ്ടുവന്ന സെഫോറയുടെ ഒരു കോറൽ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഇട്ടത്. അത് നമ്മൾ റെഡ് സാരിക്ക് സ്യൂട്ട് അല്ലായിരുന്നു. സോ ഐ ടോൾഡ് ഹെർ ദാറ്റ് ആൻഡ് ഷീ അഗ്രീഡ് ടു ചേഞ്ച് ഇറ്റ്. സോ ഞാൻ ഒരു ഗ്രേഡിയൻ കൈൻഡ് ഓഫ് ലിപ്പാണ് പ്രിയക്ക് കൊടുത്തത്, ബ്രൗണും റെഡും കൂടിയിട്ടുള്ളത്. സോ ദാറ്റ് ഇറ്റ് വിൽ മാച്ച് ഹെർ ഔട്ട്ഫിറ്റ് ആൻഡ് ഓൾസോ ബ്രൈറ്റൻ ഹെർ സ്കിൻ ടോൺ. ഷി വാസ് വെരി ഹാപ്പി വിത്ത് ഹെർ ഫൈനൽ ലുക്ക്. ആൻഡ് നമ്മൾ സാരി ചെയ്തത് കുറച്ച് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിയ ആദ്യം തന്നെ എനിക്ക് പോസ്റ്റ് ചെയ്തിരുന്നു സാരി. അങ്ങനെ ഞാൻ ഇവിടുന്ന് പ്രീപ്ലീറ്റ് ചെയ്തിട്ടാണ് സാരി കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈമെല്ലാം പെട്ടെന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി. അതുപോലെ നമുക്കൊരു ക്വിക്ക് ഹെയർ സ്റ്റൈൽ ചേഞ്ച് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ മോർണിംഗ് ഓപ്പൺ കേളി ഹെയർ സ്റ്റൈലായിരുന്നു ചെയ്തത്. അത് ജസ്റ്റ് ചേഞ്ച് ചെയ്തൊരു മെസ്സി ബണ്ണ് പോലെയാണ് കെട്ടിക്കൊടുത്തത്. കുറച്ച് ഫ്ലവേഴ്സും വെച്ച് കൊടുത്തു. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഔട്ട്ഡോറിൽ നമ്മളെ മേക്കപ്പ് ഇങ്ങനെയാണുള്ളത്. നോട്ട് ടു മച്ച്, നോട്ട് ടു ലൈറ്റ്, ജസ്റ്റ് ഇനഫ്. അപ്പം എയർ ബ്രഷിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഡി എം മീ. ആൻഡ് ഐ വിഷ് പ്രിയ വെരി വെരി ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് ബ്രൈഡ് ആൻഡ് നെക്സ്റ്റ് സ്റ്റോറി. സീ യു സൂൺ.